ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ബാംഗ്ലൂർ ടു കാസർഗോഡ് ഒരു മോട്ടോ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പാക്കൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ നൈസ് റോഡ് വഴി കാസർഗോഡ് പോവാണ്. സോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ട്രിപ്പ് തുടങ്ങാം ഗൈസ്. നമുക്ക് വണ്ടി ഇപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ മറ്റേ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ പക്കയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി നൈസ് റോഡ് വഴി നാട്ടിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് പന്നർകട്ട റോഡിലുള്ള നൈസ് റോഡിൻ്റെ എൻട്രിയിലേക്കാണ്. അപ്പം ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ ഈ വഴി നമ്മൾ കയറുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൈസൂർ നാഷണൽ ഹൈവേ കയറാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സമയം രാവിലെ 8 മണി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല. നിങ്ങളീ കാണുന്നതാണ് പന്നാർകട്ട റോഡ്. നമ്മളവിടെ നേരെ ഒരു 3 കിലോമീറ്റേഴ്സ്, ഒരു 5 കിലോമീറ്റേഴ്സ് നമുക്ക് നേരെ നൈസ് റോഡിലെ എൻട്രിയിലേക്കുണ്ട്. അപ്പം നേരെയാണ് പോകേണ്ടത്. രാവിലെ 8 മണി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊരു വീക്കെൻഡാണ്, സാറ്റർഡേ ആണ് നമ്മൾ യാത്ര പോകുന്നത്. സോ അത്യാവശ്യം കുറച്ച് ട്രാഫിക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഇറങ്ങുമായിരുന്നെങ്കിൽ ഇത്രയും ട്രാഫിക്ക് നമുക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പം നൈസ് റോഡിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ലൊരു ക്ലൗഡിയാണ് ക്ലൈമറ്റ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം നമുക്കേതായാലും പോയി നോക്കാം. ഞാൻ ഏതായാലും എൻ്റെ ലഗേജൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്കവിടെ ഇപ്പം ടിക്കറ്റ് എടുത്ത് നേരെ നൈസ് റോഡിൽ കയറാം ഗൈസ്. മൈസൂർ റോഡ് എഷ്ടു ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നൈസ് റോഡാണ് ഉള്ളത്. അപ്പോൾ നൈസ് റോഡിൽ നമ്മളിപ്പോൾ മൈസൂരിലേക്ക് ടിക്കറ്റ് എടുത്തു. സോ നമ്മൾ നേരെ ഇപ്പോൾ നൈസ് റോഡിൽ കയറാൻ പോവാണ്. നൈസ് റോഡിൽ എവിടെയും സ്റ്റോപ്പിംഗ് ഇല്ല. സോ നൈസ് റോഡിൽ കയറിയിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് മൈസൂർ റോഡാണ്. സോ നമുക്ക് നേരെ നമ്മുടെ യാത്ര തുടങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നൈസ് റോഡിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു നല്ല സ്പീഡിൽ ഇവിടുന്ന് ഓടിക്കാൻ പറ്റും ഗൈസ്. ഗൈസ് നമുക്കിന്ന് കാണാൻ പറ്റുന്ന വളരെ ക്ലൗഡി ആയിട്ടുള്ളൊരു വെതറാണ്. അപ്പം ഞാൻ വെതർ നോക്കിയായിരുന്നു. വെതർ ആപ്പ് നോക്കിയപ്പം ക്ലൗഡി എന്നാണ് കാണിച്ചിരുന്നത്. ഇന്ന് മഴ പെയ്യുന്നതായിട്ട് എവിടെയും കാണിച്ചിരുന്നില്ല. പക്ഷേ എന്നാൽ അത്യാവശ്യം നല്ല മൂടിയിരിക്കുകയാണ് ആകാശം. നൈസ് റോഡിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്
80 km/h 80 km/h കാറിനും ബൈക്കിനും ഒക്കെ. സോ നമുക്ക് അതിലും സ്പീഡ് പോകുകയാണെങ്കിൽ ഇവിടെ സ്പീഡ് ക്യാമറസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അതിലും സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ അത്രയും സ്പീഡ് എടുക്കുന്നില്ല. അത്യാവശ്യം ഒരു 70-80 ആ റേഞ്ച് നമ്മൾ മാത്രമുള്ള സ്പീഡ് എടുക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരുള്ളവർക്ക് അത്യാവശ്യം നല്ലൊരു കൺവീനിയൻ്റ് ഒരു ഔട്ടർ റിംഗ് റോഡ് പോലത്തെ ഒരു സംഭവമാണ് ഈ നൈസ് റോഡ്. നമുക്ക് ട്രാഫിക് ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് ബാംഗ്ലൂരിൻ്റെ പുറത്തെത്താൻ പറ്റും. ഇതിപ്പം കനകപുരം ആണെങ്കിലും തുംകൂർ ആണെങ്കിലും അതുപോലെ തന്നെ മൈസൂർ റോഡൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ബാംഗ്ലൂർ ട്രാഫിക്കിനൊക്കെ നമുക്ക് വെട്ടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് എത്താൻ പറ്റുന്നൊരു റോഡാണ് നൈസ് റോഡ്. ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് റോഡാണ്. നന്ദി ഇൻഫ്രാസ്ട്രക്ചർ എന്നൊരു കമ്പനി പണിതെടുത്ത റോഡാണ്. ഇതൊരു പൂർണ്ണമായിട്ടും പ്രൈവറ്റ് ആയിട്ടുള്ള റോഡാണ്. നമ്മളൊന്ന് മൈസൂർ ഹൈവേ എത്തിയിട്ട് ഞാൻ ഈ MTയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ പറയുന്നതായിരിക്കും. ഞാൻ ഈ വണ്ടി മേടിച്ചിട്ട് ഇപ്പം 3 കൊല്ലം കഴിഞ്ഞു. സോ അതൊരു 3 ഇയർ ഓണർഷിപ്പ് റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം MT മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും MT സെക്കൻഡ് മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഈ വീഡിയോ ഇനി തുടർച്ചയായിട്ട് കാണുക. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നൈസ് റോഡിൻ്റെ എക്സിറ്റിലാണ്, മൈസൂർ റോഡ് എക്സിറ്റിലാണ്. സോ നമ്മളിപ്പോൾ നേരെ ഇനി നാഷണൽ ഹൈവേ കയറുവാണ്, ബാംഗ്ലൂർ മൈസൂർ ഹൈവേ കയറുവാണ്. വീണ്ടും വെതർ അത്യാവശ്യം ക്ലൗഡിയാണ്. സോ ഇപ്പോൾ രാവിലെ സമയം 8:53 9 മണി ആയിട്ടുണ്ട്. സോ അത്യാവശ്യം റഷൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ഇപ്പോൾ രാവിലെ 9 മണി സമയമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല റഷൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർ സിറ്റി ഒന്ന് ഉണർന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ കാണാനുമുണ്ട്. നേരെ പോകുന്നതാണ് ഹൈവേ. നമുക്ക് ഹൈവേ കയറാൻ പറ്റത്തില്ല. സോ നമുക്കിപ്പം സർവീസ് റോഡ് വഴി പോകാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് സർവീസ് റോഡ് പിടിക്കാം ഗൈസ്. ഇവിടെയാണ് ശരിക്കും ബാംഗ്ലൂർ മൈസൂർ ഹൈവേ തുടങ്ങുന്നത്. ഇത് എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബൈക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയൊന്നും അലൗഡല്ല. അപ്പം നമുക്ക് ഇപ്പം മൈസൂർ വരെ ഈ സർവീസ് റോഡിൽ കൂടെ പോയാൽ പറ്റത്തുള്ളൂ. ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റഷും ആയിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ച് ഏർലി മോർണിംഗ് ആയതുകൊണ്ട്
അത്രയും റഷില്ലെന്ന് തോന്നുന്നു. ഇപ്പം സമയം 9 മണി, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് റഷൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ നല്ല റഷായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അധികം റഷില്ല. ഇത് പിന്നെ ബാംഗ്ലൂർ ഔട്ടറാണല്ലോ, അപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ ഔട്ടറിലാണ് ഉള്ളത്. സോ അത്രയും റഷ് തോന്നുന്നില്ല എനിക്കുണ്ടെന്ന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് സിറ്റിയെ കൂടെയൊക്കെ കമ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടി, MT പോലത്തെ ഒരു വണ്ടിയാണ് ഏറ്റവും ഉചിതമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഈ വണ്ടിക്കാണെങ്കിൽ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അധികം ബോഡി വെയിറ്റ് ഇല്ല. ഏതാണ്ട് 140 കിലോഗ്രാമേ ഉള്ളൂ വണ്ടിയുടെ വെയിറ്റ്. സോ നമുക്ക് അനായാസം നമുക്ക് ട്രാഫിക്കൂടെ വെട്ടിച്ച് പോകാനൊക്കെ ഈ വണ്ടി മതി, ധാരാളമാണ്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് ഗൈസ്. അതായത് നമുക്ക് ഞാൻ ഫുൾ ടാങ്ക് അടിച്ച് നോക്കിയപ്പോൾ ലാസ്റ്റ് ടൈം എനിക്ക് 45 to 50 കിട്ടിയായിരുന്നു ഹൈവേയിൽ. സോ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിന് പറ്റിയ വണ്ടിയാണ് MT. പക്ഷേ ലോങ് റൈഡിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പില്യൺ കംഫർട്ട് വളരെ ശോകമാണ്. കാരണം ബാക്കിൽ ഒരു അരമണിക്കൂർ പോലും ഇരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും വേദനയാണ് ബാക്കിൽ. റൈഡർക്കും വലിയ കംഫോർട്ടില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു എന്താ പറയുക. ഓ ഇവനെ എവിടെ നിന്ന് കയറി വരുന്നത് കേസ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, നമുക്ക് ഈ ചെറിയ ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്താൽ പോകാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ MT. കാരണം അധികം ബോഡി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ സുഖമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ പോകാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഞാൻ ഇനി ഹൈവേയിൽ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്കും കാണിച്ചു തരാം ഗൈസ്. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, നമുക്കൊരു 100 above ഒക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യും, ഒന്ന് ഷെയ്ക്ക് ചെയ്യും, ഒരു ബബിളിങ് എഫക്റ്റൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഹൈവേയിൽ മാത്രമേ ഉള്ളൂ നല്ലതായിട്ട്. അതായത് രണ്ട് സൈഡും മരങ്ങളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം ശോകമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ നേരെ മൈസൂരിൽ നിന്ന് ഹുൻസൂരിൽ നമ്മൾ നേരെ പോകുന്നത് മടിക്കേരിയാണ്. മടിക്കേരിയിൽ നിന്ന് സുള്ളിയ ജാൽസൂർ വഴിയാണ് നമ്മളിപ്പം ജാൽസൂർ മുള്ളേരിയ, അതിനുശേഷം കാസർഗോഡ്. അപ്പോൾ ആ റൂട്ടാണ് നമ്മളിപ്പം പോകാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പം രാമനഗരം എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു മൈസൂറായിരുന്നു. അപ്പം ഇടയ്ക്ക് എനിക്ക് വിശന്നു. അപ്പം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി തിരിച്ച് മൈസൂർക്ക് തന്നെ പോവാണ്. അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ ഇനി ഹെൽമെറ്റ് മൗണ്ട് ചെയ്തിട്ട് നേരെ നമ്മൾ മൈസൂർക്ക് പോവാണ്. മൈസൂരിൽ നിന്നാണ് ഇനി തിരിയുന്നത്. മൈസൂരിൽ തിരിഞ്ഞിട്ട് നേരെ ഹുൻസൂർ, സുള്ളിയ, മടിക്കേരി, അതുപോലെ തന്നെ ജാൽസൂർ, മുള്ളേരിയ, കാസർഗോഡ്, അതാണ് റൂട്ട്. സോ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ കഴിച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ മൈസൂർ പിടിക്കുവാണ്. ഗൈസ് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് ഹെവി ആയിട്ടാണ് കഴിച്ചത്. നമുക്ക് ഏതായാലും ഇനി ഒരു 5 hours കൂടെ യാത്രയുണ്ട്. ഓൾമോസ്റ്റ് 250 kilometers കൂടെ ഇനി കവർ ചെയ്യാനുണ്ട്. സോ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഇന്നലെ അടിച്ച ഫുൾ ടാങ്കാണ്, ഇന്നലെ ഷെല്ലിൽ നിന്ന് അടിച്ച ഫുൾ ടാങ്കാണ്. അപ്പോൾ സോ ഈ ഒരു ഫുൾ ടാങ്ക് കൊണ്ട് വീടെത്തേണ്ടതാണ്. നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് 7000 RPM മുകളിൽ ഇപ്പം BV ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ടോർക്ക് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. ഈ MTയുടെ മെയിൻ ഫുൾ ഫോം തന്നെ മാസ്റ്റർ ഓഫ് ടോർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടോർക്ക് ഉണ്ട് ഈ വണ്ടിക്ക്. അത്യാവശ്യം നല്ല ടോർക്കുണ്ട്. നമുക്ക് ആ ത്രോട്ടൽ റെസ്പോൺസ് നമുക്ക് ആക്സിലറേറ്ററിൽ അറിയാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. സോ ഇനി ഇവിടുന്ന് ഏതാണ്ട് ഒരു 40 kilometers ഉള്ളു മൈസൂർക്ക്. ഇപ്പം രാവിലെ 11:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല റഷൊക്കെ തോന്നുന്നുണ്ട്. മാണ്ടിയിലൊരു മെയിൻ സിഗ്നലാണ് ഈ കാണുന്നത്.
ഇതാ ഒരു സിഗ്നൽ കഴിഞ്ഞ പാട് അടുത്ത സിഗ്നൽ വന്നിട്ടുണ്ട് ഗൈസ്. റോഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ രണ്ട് സൈഡും നല്ല മരങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ല രസമാണ് ഒരു നല്ലൊരു വെയിൽ ദിവസം ഈ വഴി കൂടെ പോകാനൊക്കെ. നമ്മളിപ്പോൾ കാണുന്നില്ല ഗൈസ്, അവിടെയൊക്കെ നല്ലൊരു മരമൊക്കെ ഉണ്ട്, മരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രണ്ട് സൈഡ് ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ രണ്ട് സൈഡ് മരങ്ങളൊക്കെ ഉള്ളത് നമുക്ക് അതിലൂടെ പോകാൻ വേറൊരു വൈബായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നല്ല അടിപൊളിയായിട്ട് നമുക്ക് യാത്രക്കാർക്കും ബൈക്കുകാർക്കൊക്കെ ആണെങ്കിൽ പിന്നെ പോകാൻ നല്ലൊരു വൈബായിരിക്കും. നല്ലൊരു വെയിലൊക്കെ ഉള്ള ദിവസം അധികം സൺ ടാനൊന്നും അടിക്കാതെ പോകാൻ സാധിക്കുന്നതാണ്.